ഞാൻ ഷുഗറിന്റെ പ്രശ്നം, ഡയബറ്റിക്സിന്റെ ഒരു 250-300 എടുത്ത് എപ്പോഴും പരിശോധിക്കുന്നുണ്ട്. എത്ര കാലമായി? ആദ്യം ആയുർവേദ ഹോമിയോപ്പതി മരുന്ന് കഴിച്ച് കൺട്രോളായിരുന്നു. ഇപ്പൊ എന്ത് കൺട്രോൾ അല്ലാണ്ട് അലോപ്പതി കഴിക്കുന്നുണ്ട് ഇപ്പൊ. ഓക്കെ. എത്ര കാലമായി തുടങ്ങിയിട്ട് കുറച്ചായി. പക്ഷെ ഞാനും അലോപ്പതി മെഡിസിനിലേക്ക് പോയിട്ട് ഇപ്പൊ 2-3 മാസമായിട്ടുള്ളൂ. 2-3 മാസമായിട്ട്. മറ്റേ കൺട്രോൾ ആയിരുന്നു. കുറച്ച് യോഗയും ചെയ്യാറുണ്ട്. പിന്നെ രാത്രിയിലൊക്കെ നാച്ചുറോപ്പതിക് സ്റ്റൈലുള്ള ഫുഡാണ് കഴിച്ചിരുന്നത്. ഇപ്പൊ ഭക്ഷണത്തിലൊക്കെ മാറ്റം വരുത്തിയോ? ഭക്ഷണത്തിലൊക്കെ മാറ്റം വരുത്തിയോ? ഭക്ഷണത്തിലൊക്കെ മാറ്റം വരുത്തി. ഞാൻ രാത്രി കൂടുതലും റോ വെജിറ്റബിൾസാണ് കഴിക്കല്. ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഇനി നിങ്ങളെ പ്രാക്ടീസ് പറഞ്ഞു. രാവിലെ പിന്നെ മറ്റേ ചെറുധാന്യങ്ങൾ, മില്ലറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട മുദ്ര നമ്മുടെ സൂര്യമുദ്രയാണ്. സൂര്യമുദ്ര ചെയ്യാം. സൂര്യമുദ്ര 10 മിനിറ്റ് സൂര്യമുദ്ര ചെയ്യാം. പിന്നെ 10 മിനിറ്റ് അപാൻ ചെയ്യാം. 10 മിനിറ്റ് പ്രാൺ ചെയ്യാം. ഇങ്ങനെ 3 റൗണ്ടായിട്ട് നിങ്ങളിത് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ രാവിലെയോ വൈകുന്നേരമോ അപാൻ മുദ്രയും പ്രാൺ മുദ്രയും പിടിച്ച്, അപാൻ മുദ്രയും പ്രാൺ മുദ്രയും, അപാൻ മുദ്ര എന്ന് പറഞ്ഞ ഈ മുദ്ര, പ്രാൺ മുദ്ര എന്ന് പറഞ്ഞ ഈ മുദ്ര. അപ്പൊ മൊത്തം നമുക്ക് ഒരു അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെയാണ് ഓരോ മുദ്രയും ചെയ്യേണ്ടത്. ഇതിൽ സൂര്യമുദ്ര മാത്രം 30 മിനിറ്റ് ചെയ്താൽ മതി. മറ്റുള്ളത് 30 മുതൽ 45 മിനിറ്റ് വരെ ദിവസം ചെയ്യണം. ഇത് 7 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ തരണം. 7 ദിവസം. ഇതില് 15 മിനിറ്റ് അപാൻ മുദ്രയും 15 മിനിറ്റ് പ്രാൺ മുദ്രയും പിടിച്ചിട്ട് ചെരുപ്പില്ലാതെ നടക്കണം ഒരാഴ്ച. അതിൻ്റെ കൂടെ ബാക്കിയുള്ള സമയങ്ങളിൽ, ബാക്കി കിട്ടുന്ന സമയങ്ങൾ ഉണ്ടാവല്ലോ, അതിൽ ഈ സൂര്യമുദ്രയും അപാൻ മുദ്രയും പ്രാൺ മുദ്രയും ബാക്കിയുള്ള സമയത്തിനനുസരിച്ച് ക്രമീകരിക്കുക. അതായത് 45 മിനിറ്റ് നിങ്ങൾ പ്രാൺ മുദ്ര ചെയ്യണം, 45 മിനിറ്റ് അപാൻ മുദ്രയും ചെയ്യണം. അപ്പൊ 15 മിനിറ്റ് നമ്മൾ നടത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര മിനിറ്റ് ചെയ്യണം? പിന്നെ അരമണിക്കൂർ ചെയ്യണം. അത് ഇരുന്നുകൊണ്ട് ചെയ്യാം. അതിന്റെ കൂടെ സൂര്യമുദ്രയും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പൊ സമയം കറക്റ്റായി. പറഞ്ഞത് മനസ്സിലായോ?